നടനും ടി.വി.ക്ക് അധ്യക്ഷനുമായ വിജയ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേളാച്ചേരിയിൽ മത്സരിക്കുമെന്ന് സൂചന. തമിഴക വെട്രി കഴകത്തിലെ മുതിർന്ന നേതാക്കളാണ് ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അജിന ചേരുന്നുണ്ട്. അജിന, ഏതായാലും നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ലക്ഷ്യമിട്ട് വിജയ് നടത്തിയ യാത്ര കരൂർ ദുരന്തത്തിൽ കലാശിച്ചെന്ന് നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ തിരിച്ചടികളിലൊന്നും പിന്നോട്ടില്ല. മത്സരിക്കാൻ തന്നെയാണ് വിജയുടെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ ടി.വി.ക്ക് ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണോ ഈ മത്സരിക്കുന്ന സ്ഥലം, മണ്ഡലം? അതെ സിജു, ഇപ്പോൾ നടനും ടി.വി.ക്ക് അധ്യക്ഷനുമായിട്ടുള്ള വിജയ് വേളച്ചേരിയിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ടി.വി.കയുടെ മുതിർന്ന നേതാക്കൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സിജു ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിജയ് കരൂർ ദുരന്തം നടത്തിയപ്പോൾ അവിടെ ഒരു കരൂർ റാലി നടത്തിയപ്പോൾ ഒരു വലിയ ദുരന്തം തന്നെയാണ് അവിടെ ഉണ്ടായത്. എന്നിട്ടും അപ്പോൾ ആ ദുരന്തം ഉണ്ടായപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് ഓൾറെഡി മത്സരിക്കുമെന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് വലിയൊരു തിരിച്ചടിയാകുമെന്നൊക്കെയുള്ളൊരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം വേളച്ചേരിയിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഈ വേളച്ചേരി എന്ന് പറയുന്ന ഒരു IT കേന്ദ്രമാണ്. നമുക്കറിയാം, വിജയ് കൂടുതലുമായിട്ടും യുവതിയുവാക്കളെയാണ് ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ കന്നി വോട്ടർമാരെയാണ് ലക്ഷ്യമിടുന്നത്. പല പ്രസംഗത്തിലും വിജയ് വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊരു പ്രധാനമായും IT കേന്ദ്രമാണ് ഈ വേളച്ചേരി. ഈ വേളച്ചേരിയിൽ ജീവിക്കുന്നതും അവിടെ താമസിക്കുന്നതും ഈ IT തൊഴിലാളികളും അതുപോലെ തന്നെ മാളിലെ തൊഴിലാളികളും ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു യുവതി യുവാക്കൾ താമസിക്കുന്ന കേന്ദ്രമായതുകൊണ്ടായിരിക്കാം വേളച്ചേരി തെരഞ്ഞെടുത്തത് എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഈ വേളച്ചേരിയുടെ വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ 2021 കമലഹാസന് മക്കൾ നീതിമയ്യം മത്സരിച്ചിരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ വോട്ട് നേടാനായത് ഈ വേളച്ചേരി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ്. ഇവിടെ ഒരു ജാതി രാഷ്ട്രീയത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്തൊരു കേന്ദ്രമാണ് ഈ വേളച്ചേരി. പക്ഷേ ഇവിടെ മറ്റൊന്ന് അവർ നോക്കുന്നുണ്ട്. അതായത് ആരാണോ നന്നായിട്ട് ഭരിക്കുന്നത് അവരെയാണ് ഈ കേന്ദ്രം അല്ലെങ്കിൽ ഈ വേളച്ചേരി എന്ന് പറയുന്ന മണ്ഡലത്തിലെ ആളുകൾ വിജയിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഓരോ തവണയും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് തന്നെ ഒരു പാർട്ടി വിജയിച്ച ഒരു ചരിത്രവും ഈ വേളച്ചേരിയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമാ താരത്തിനെ നിർത്തിയാൽ ഈ വേളച്ചേരിയിൽ വിജയിക്കും എന്നുള്ളൊരു കണക്ക് കൂട്ടലും കൂടെ കൊണ്ടായിരിക്കാം. അജിന പറഞ്ഞ പോലെ തന്നെ അവിടെ നമുക്കറിയാം, തമിഴക രാഷ്ട്രീയത്തിൽ DMK-യും AIDMK-യുടെ സ്വാധീനം. അവിടെ ഈ രണ്ട് പാർട്ടികളും വിജയിച്ച ചരിത്രമില്ല. ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ കുത്തകയല്ല ഈ വേളച്ചേരി എന്ന് പറയുന്നല്ലേ. മുൻകാലങ്ങളിലൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ കൂടുതൽ ജയിച്ചിട്ടുള്ളത്? അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമല്ല. എന്നിരുന്നാലും ഒരു പാർട്ടീനെയും അവിടെ എപ്പോഴും, അതായത് തുടർച്ചയായി വിജയിക്കുന്ന ഒരു കേന്ദ്രമല്ല ഈ വേളച്ചേരി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്കറിയാം ഈ തമിഴ്നാടിൻ്റെ പല ഗ്രാമങ്ങളിലും ജാതി രാഷ്ട്രീയത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. പക്ഷേ ഈ വേളച്ചേരി ജാതി രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. മറിച്ച് ഇവിടെ ആരാണോ നന്നായിട്ട് ഭരിക്കുന്നത്, അവർക്ക് ആരാണോ നല്ലൊരു നേതാവായി തോന്നുന്നത് അവരെയാണ് ഇവർ വിജയിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു കമലഹാസന് മക്കൾ നീതിമയ്യം 2021 ഇവിടെ നിന്നാണ് കൂടുതൽ വോട്ടുകൾ നേടിയത്. അപ്പോൾ ഈ വിജയിനെ നിർത്തിയാൽ വിജയും അവിടെ വിജയിക്കും എന്നുള്ളൊരു കണക്ക് കൂടുതലായിരിക്കാം ഇപ്പോൾ ഈ ടി.വി.കയിലെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. വിജയ് വേളച്ചേരിയിൽ നമുക്ക് ഇങ്ങനെയും കൂടി പറയാം, വേളച്ചേരിയിൽ ഈ സിനിമയിലെ നായകന്മാർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ്. നേരത്തെ കമലഹാസന് നല്ല വോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം കൂടി അവിടെയുണ്ട്, ഒരു സാഹചര്യം ഉണ്ട് അവിടെ, അല്ലേ? അതെ സിജു, അതുമാത്രമല്ല ഇവിടെ മുന്നേ ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വേളച്ചേരിയിലെ കൂടുതൽ ആൾക്കാരും നടൻ വിജയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുന്ന ഒരു സർവേ റിപ്പോർട്ടും കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കാം നടൻ വിജയ് ഇപ്പോൾ വേളച്ചേരിയിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനവുമായി ടി.വി.ക്ക് തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് കാണേണ്ടതാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് പാർട്ടികളും തമ്മിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരിക്കും തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിജയ്ക്ക് ഇനി ഇവിടെ വിജയിക്കാനാകുമോ, അല്ലെങ്കിൽ വിജയ് ഇവിടെ തന്നെയാണോ മത്സരിക്കുന്നത് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ഈ വേളാച്ചേരിയിൽ തന്നെ മത്സരിക്കുന്നത്. ശരി, അജിനയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തമിഴ് സിനിമാ താരം വിജയ് വേളച്ചേരിയിൽ മത്സരിച്ചേക്കുമെന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ടി.വി.ക്ക് നേതാക്കൾ തന്നെയാണ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത്. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അജിന നൽകിയത്.